ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കിടിലൻ ടിപ്പുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനിവിടെ രണ്ട് ഇതേപോലത്തെ കവറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ബോട്ടിൽ രൂപത്തിലുള്ള മയോണൈസ് ആയാലും അതേപോലെ കെച്ചപ്പ് ആയാലൊക്കെ ഇതേപോലെ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ പാക്കറ്റിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു പാക്കറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് കൊണ്ടിട്ട് നല്ലൊരു കിടിലൻ ടിപ്പന്നായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിതിലോട്ടേക്ക് കുറച്ച് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിതിലോട്ടേക്ക് പച്ചവെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഇതേപോലെ ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൽ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെക്കുമ്പം നല്ല രീതിയിൽ തന്നെ അത് നല്ല ഐസായി കിട്ടും. അപ്പോൾ നമുക്ക് ഐസ് ബാഗ് ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുള്ളവരും അതേപോലെ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പാട്ടത്. അപ്പോൾ ഞാൻ ഇതിൽ രണ്ടിലും നല്ലോണം വെള്ളം നിറച്ചിട്ട് ഫ്രീസറിലോട്ടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒരു ഐസ് ബാഗ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ കുട്ടികളും പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവുമല്ലോ പ്രായമുള്ളവർക്കൊക്കെ. അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തലക്കെ അടിച്ച് വീഴുക, അതേപോലെ നെറ്റും വീണ് കഴിഞ്ഞാൽ മുഴച്ച് വരിക, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഐസ് ബാഗ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ജോയിൻറ്റ് പെയിൻ എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ ശമനം കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അത് മാത്രമല്ല തലക്ക് അടിച്ച് വീണിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേഗം ഈ ഒരു ഐസ് ബാഗ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരിക്കലും അവിടെ മുഴച്ച് വരില്ല. അവിടെ എന്താ പറയുക, കൊതുക് അടിച്ചാൽ വരെ ഒരു തണുത്ത് പൊന്തി വരുമല്ലോ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതേപോലെ ഒന്ന് വെച്ച് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ഒഴിഞ്ഞ കാലിയായിട്ടുള്ള ഇതേപോലത്തെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ടിപ്പുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും വിചാരിക്കുന്നു കേട്ടോ. ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പപ്പായ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ പപ്പായ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണിത്. പപ്പായ എന്ന് പറയും, ഓമയ്ക്ക എന്ന് പറയും, പല നാട്ടിലേക്ക് പല പേരാട്ടോ ഇതിന് പറയാം. അപ്പം നമുക്ക് ഈ ഒരു പപ്പായൻ്റെ ഇലയും അതേപോലെ തോലും കുരുവും കറയും എല്ലാം ഒന്നൊന്നിനും വെച്ച് എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇതാ ഇതിൻ്റെ കറ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ടിപ്പ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാല് കിട്ടാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാലെല്ലാം ഞാനൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കറയെല്ലാം ഇതിൻ്റെ ഈ ഒരു അടപ്പിലോട്ടേക്ക് ഉറ്റി വീഴാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് ചെറിയൊരു അടപ്പോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പാലെല്ലാം ഇതിലോട്ടേക്ക് ഉറ്റി വീഴും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാലിൽ വെച്ചിട്ട് അടിപൊളി കിടിലൻ ടിപ്പ് ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനൊരു പപ്പടം എടുത്തിട്ടുണ്ട്. ഈ ഒരു പപ്പടത്തിലോട്ടേക്ക് ഈ ഒരു പപ്പായൻ്റെ പാലെല്ലാം ഇതിലോട്ടേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പപ്പടം ചുട്ടെടുക്കാം. പപ്പടത്തിലൊക്കെ ഈ ഒരു പപ്പായൻ്റെ കറുള്ളത് കാരണം നമുക്ക് ഒരിക്കലും പൊരിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ വേഗത്തിൽ ഈ കറൊക്കെ പോവും. നമുക്ക് കല്ലിലൊക്കെ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ചുട്ടെടുത്തിട്ട് നമുക്കത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് നോക്കൂ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഭയങ്കര ഒരു വിരശല്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളിലെ വിരശല്യം പെട്ടെന്ന് തന്നെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. എന്തായാലും വേഗത്തിൽ തന്നെ ആ ഒരു വിരശല്യത്തിന് ശമനം കിട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പപ്പായ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കുരുകളുണ്ടാവും, ഇതിൻ്റെ സീഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സീഡ് എടുത്തതിന് ശേഷം ഇത് വെയിലത്തിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണക്കിയെടുക്കട്ടോ. ഉണക്കിയതിന് ശേഷം അത് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് നമുക്ക് ചെറുതേനിൽ ഇത് കുട്ടികൾക്ക് ഈ ഒരു പൊടി, ഈ ഒരു പപ്പായൻ്റെ കുരു പൊടിച്ചതും
തേനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും വേഗത്തിൽ തന്നെ വിരശല്യം മാറിക്കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വിരശല്യം മാറാനുള്ള 2 കിടിലൻ ടിപ്പ് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ടിപ്പും വേഗത്തിൽ തന്നെ വിരശല്യം മാറിക്കിട്ടാനുള്ള ടിപ്പാട്ടോ. അപ്പോൾ നമുക്ക് വിരശല്യത്തിന് ഗുളികയോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ അസുഖവും മാറിക്കിട്ടും. അതേസമയം തന്നെ നമുക്ക് വിരശല്യം, ഗ്യാസ് ട്രബിൾ ഒക്കെ നമുക്ക് മാറിക്കിട്ടാനായിട്ട് പറ്റും ഈ ഒരു പപ്പായൻ്റെ കറ നമ്മളെ വയറ്റിലാവുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ ഒരു പപ്പായ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് കുരുവൊന്നുമില്ല കേട്ടോ, കുറച്ച് കുരുവേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില പപ്പായ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സീഡ് ഉണ്ടാവും ഇതിൻ്റെ ഉൾവശത്ത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കുരുവേ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പപ്പായ കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് തോലൊന്നും പോക്കാതെ തോലോടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന യൂറിക് ആസിഡൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ കുറഞ്ഞു കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ യൂറിക് ആസിഡിന് പ്രത്യേകിച്ച് ഗുളിയൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പപ്പായ കട്ട് ചെയ്ത് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു വെള്ളം കുടിച്ചാൽ മാത്രം മതി. വേഗത്തിൽ തന്നെ യൂറിക് ആസിഡ് നമുക്ക് കുറഞ്ഞിട്ടാനായിട്ട് പറ്റും. യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ശരീരം മൊത്തത്തിൽ നമുക്ക് പെയിൻ ആയിരിക്കും അല്ലേ, അവിടെയും ഇവിടെയൊക്കെ പെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഫലം കിട്ടും കേട്ടോ. അതേ സമയം തന്നെ നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന എല്ലാ നീർക്കെട്ടും നമുക്ക് പോയി കിട്ടാനും പറ്റും കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയും ചെയ്യും. അതേപോലെ തന്നെ നീരെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണേ. അതേസമയം തന്നെ പപ്പായൻ്റെ ഈ ഒരു ഇലയിലും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പപ്പായൻ്റെ തളിരില എടുക്കുക. തളിരില എടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു വെള്ളം കുടിക്കുന്ന സമയത്തും നമ്മുടെ വയറ്റിലുണ്ടാവുന്ന എന്തൊരു അസുഖത്തിനും നമുക്ക് ശമനം കിട്ടാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഗ്യാസ് ട്രബിൾ, അതേപോലെ തന്നെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എരിച്ചിൽ പൊച്ചിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്കൊക്കെ. ആ ഒരു രോഗങ്ങൾക്കൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ശമനം കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു പപ്പായ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന സമയത്തും. അപ്പോൾ പപ്പായൻ്റെ ഇലക്കും പപ്പായക്കും കുരുവിനും തോലിനും പാലിനും എല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കടുകും അതേ സമയം തന്നെ ഒരു 2-3 പട്ടയും കൂടെ പൂവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടുകും ഗ്രാമ്പും കൂടെ ഞാനിതാ ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള വേണം കേട്ടോ. അപ്പോൾ സവാള എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ സവാള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് ഈ ഒരു സവാളൻ്റെ തോലെല്ലാം ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു നടുഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സെൻറ്റർ പോർഷൻ, ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ ഒരു കൂർത്ത കത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു കുഴിയിൽ ഞാനിതാ ഈ ഒരു വട്ടത്തിൽ തന്നെ ഒന്ന് ഈ ഒരു സവാളിൻ്റെ നടുഭാഗം ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നല്ലൊരു കുഴി പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഴിയിലോട്ടേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും അതേപോലെ തന്നെ ഗ്രാമ്പും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളിക്ക് ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ അടിവശത്ത് ഒരു കപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ഉള്ളി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഉള്ളിയിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വിളക്കെണ്ണ ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അതല്ല നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണയാണോ ഉള്ളതെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നല്ലെണ്ണ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടുകും അതേസമയം ആ ഒരു ഗ്രാമ്പൂവിൻ്റെതും ഈ ഒരു എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു കമ്പ് വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ ഗ്രാമ്പും കടുകും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തിരി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണി കീറിയിട്ട് ഇതേപോലെ
തിരി ഉണ്ടാക്കിയതിന് ശേഷം ഞാനിതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തിരി ഒന്ന് കത്തിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ കാണുന്ന കൊതുകിനെ എല്ലാം നമുക്ക് കൊതുക് തിരിയോ അതേപോലെ തന്നെ നമുക്ക് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ലിക്വിഡോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ കൊതുകിനെ നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും. ഇപ്പോൾ കൊതുക് കടി കൊണ്ടിട്ട് ഒരുപാട് അസുഖങ്ങളും നമുക്ക് വരാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പം നമുക്ക് കൊതുകുതിരിയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അവർക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു കെമിക്കലൊന്നുമില്ലാത്ത നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ കൊതുകിനെ നമ്മുടെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ വീടിൻ്റെ പരിസരത്ത് നിന്നും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാർഗം തന്നെയാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു സവാളൻ്റെ സ്മെല്ലും ഉണ്ടാവും, അതേസമയം തന്നെ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും അതേപോലെ കടുകും മഞ്ഞൾപ്പൊടിയും എല്ലാം. അപ്പോൾ ഇത് കാരണം നമ്മുടെ വീട്ടിൽ നിന്നും കൊതുക് പാടെ ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. സന്ധ്യാസമയങ്ങളിലാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് കയറി വരുന്ന ആ ഒരു സമയത്ത് ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ പുകയുണ്ടാവില്ല. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് ഉള്ളിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വീട്ടിലുള്ളത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ തന്നെ കൊതുക് മാത്രമല്ല കേട്ടോ ഈ തരം പ്രാണികളെയും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും. ഇപ്പം മഴക്കായത് കൊണ്ടിട്ട് അതേസമയം തന്നെ ചക്കേൻ്റെയും മാങ്ങേൻ്റെയും ഒക്കെ സീസൺ ആയതുകൊണ്ടിട്ട് കൊതുകും ഈച്ചയും എല്ലാം നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അവകളെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.